അപ്പോൾ നേരത്തെ ഞാൻ ബാക്കി എന്നുവെച്ചാൽ പിള്ളേരെ വിളിച്ചു കൊടുന്നു. അപ്പം ഞാൻ നേരത്തെ എന്താ അപ്പം ഇങ്ങനെ വാഴത്തൈ വെച്ചതിൻ്റെ ഒരു ഇഷ്യൂ അതങ്ങനെ അതിന് തീരുമാനം. അപ്പോൾ അടുത്ത വാഴത്തൈ വെക്കുമ്പോൾ ഒരു വ്ളോഗ് എടുക്കണം എന്തായാലും. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം ഇന്ന് രാവിലെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നലെ എന്തോ കാര്യം ഞാൻ പറയണം വെച്ചു ആലോചിച്ച് മറന്നു. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ആരെ തോൽപ്പിക്കാനൊന്നുമല്ല, നമ്മൾ ഈ കുറേ ചൊറിയുമ്പോൾ പറയണ്ടേന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. കമൻറ്റ് ബോക്സിൽ മറുപടി പറയുകയാണെങ്കിൽ മറുപടി പറയാം. വലിയ വ്ളോഗറാവാനൊന്നല്ല, ഒരു സമയം പോണം, ഒരു മനസ്സുഖം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെയും ഇഷ്ടപ്പെടുന്ന കുറേ ഞാൻ കാണുന്ന കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, സ്ഥിരമായി കാണുന്നത്. അത് എന്താ പറയുക, എല്ലാം കുറേ നല്ലതൊക്കെ തന്നെയാണ്. അപ്പം ഗുരുവായൂരത്തെ കുറേ വിശേഷങ്ങൾ പറയുന്ന വീഡിയോസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സമാധാനം. പിന്നെ എന്താ പറയുക, അപ്പം നമുക്ക് അട ഉണ്ടാക്കണേക്ക് തുടങ്ങാം. എന്തായാലും മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മൂത്ത മോൻ അട ഇഷ്ടമല്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അതിനകത്തൊന്നും ചിലപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം വെച്ച് ചില നേരത്ത് കഴിക്കും, ചില നേരത്ത് കഴിക്കില്ല. അതങ്ങനെയാണ്, അതിനൊരു പ്രത്യേക സ്വഭാവമാണ്. അതങ്ങനെ എന്താ പറയുക, നല്ല മൂടൊക്കെയാണ് കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ചെറുതിന് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ എന്തും പോവും. അത് നല്ല ഉറക്കത്തിൽ അതിനോട് ഇഡ്ഡലി സാമ്പാർ കണ്ണിങ്ങനെ തുറന്നിട്ടുണ്ടാവില്ല, അപ്പോഴും അതിനോട് ചോദിക്കുന്നത് ഇഡ്ഡലി സാമ്പാർ വേണം, ചിപ്സ് വേണം. അപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ തലാണി. അത് അങ്ങനത്തെ ഒരു കൂട്ടാണ്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് അതിൻ്റെ തന്ത്ര സ്വഭാവമാണ്. എന്താ പറയുക, നടക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ അത് കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവരും കഴിക്കുന്നത് സോറി ഈ സമയത്തൊക്കെ പോയി കഴിക്കുന്നത് എന്താണെന്നറിയോ, പാനിപൂരി, മസാലപ്പൂരി, എന്താ പറയുക, ചാട്ട് മസാല. മലയാളീസിൻ്റെ കടയുണ്ട്, എന്താ പറയുക, പഴംപൊരിയും പരിപ്പുളിയും ചായ കിട്ടുന്നതൊക്കെ ഉണ്ട്. പിന്നെ അവർ മറ്റൊരു തമിഴ് അവർ ഇത് ഉണ്ടാക്കില്ലേ, മസാല ബോണ്ട, മുളക് ബജി, അതുണ്ട്. ഞാൻ എൻ്റെ ഈ ഇതിൽ പഴമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പഴമൊക്കെ ചേർത്ത് വേറെ ഒന്നുമല്ല, തേങ്ങ ഇത്തിരി കുറവാണ്. നമുക്ക് നാട്ടിലെ പോലെ തേങ്ങ അങ്ങനെ വലിയ തേങ്ങയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ തേങ്ങയൊന്നും അങ്ങനെ വാരിക്കോരിയൊന്നും ഇടാനില്ല. ഞാൻ വിചാരിച്ചു പഴം ഇട്ടിട്ടുണ്ടാക്കാമെന്ന്. 2-3 അട ചുട്ടെടുക്കുക, ബാക്കി എന്തെങ്കിലും 2-3 ആവിയിൽ അത് എടുക്കുക, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെന്താ, ഞാൻ എന്താ പറയാൻ പോയത്, എന്തോ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഞാനും ആദ്യമൊക്കെ പണ്ടൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ കല്യാണത്തിന് മുന്നേയൊക്കെ ഗുരുവായൂർ താമസിക്കുന്ന സമയത്തുള്ള അയ്യോ അതായിരുന്നു കുറച്ചും നല്ലത് എന്ന്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അതായത് പണ്ട് ആദ്യം എന്തെങ്കിലും ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്രയൊക്കെ പോകുമ്പോഴേക്കും അയ്യോ അവരൊക്കെ പോകുന്നുണ്ടല്ലോ, അവർക്ക് എന്ത് സുഖമാണ്. ഇപ്പം അതൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഓണം അത്ര എനിക്ക് തോന്നുന്നു. ഓണത്തിന് ഞാനിവിടുത്തെ ഓണം നമ്മുടെ നാട്ടിൽ എല്ലാവരും എൻ്റെ ഫ്രണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഓ ഇവിടെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്. ഈ നാട്ടിലൊരപ്പം ഒരു സെലിബ്രേഷനും ഇല്ല. എന്തിനും ഒരു 5 വർഷം ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയോ ഒരു
ഒന്നുമില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. എല്ലാവർക്കും ഒന്നിക്കൊന്ന് എൻ്റെ ഭർത്താവരടക്കം നല്ല കുശുമ്പുള്ള ടീമാണ്. ഒന്നും ഒരു കുറവില്ല. എല്ലാവരും നല്ല കുശുമ്പ്. എന്താ പറയുക, ഞാൻ വന്നാൽ നീ വരില്ല, നീ വന്നാൽ ഞാൻ വരില്ല, അങ്ങനത്തെ ഉണ്ട്. ഇവിടെ ഓണ സെലിബ്രേഷനും ഇല്ല, ദീപാവലി സെലിബ്രേഷനും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആകുമ്പോൾ അതാഘോഷിക്കില്ലേ, അന്നവൻ അതുമില്ല. എല്ലാവരും അവരവരെ വീട്ടിൽ കുത്തിയിരുന്ന് ഫുഡടിക്കും. അത്രയാണ്. ഞങ്ങൾ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ചേച്ചിയുണ്ട്. ഞാൻ ചേച്ചീനെ പരിചയപ്പെടുത്താം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അവരെ വീട്ടിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ, അല്ല ഒന്നാലോചിക്കുമ്പോൾ ഞാനാലോചിക്കുമ്പോൾ ആ ഫാമിലിനെ പോലെ ഇടയ്ക്കൊരു പാട്ട് ബഹളമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബോറടിച്ച് ചത്തൂലേ. അവരങ്ങനെ ഇടയ്ക്കൊരു ബർത്ത്ഡേ വ്ളോഗൊക്കെ ചെയ്യും. അതായത് അവരുടെ മകൻ കുറച്ച് വലുതാണ്, അപ്പം അവർക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആ കുട്ടികളൊക്കെ വരും കേട്ടോ. ആ കുട്ടികളൊക്കെ വരുമ്പോൾ അവർ പാട്ട് പാടും, ഡാൻസ് കളിക്കും. പിന്നെ എൻ്റെ ഭർത്താവ് പാട്ട് പാടും, ഡ്രിങ്ക്സ് അടിക്കും, ഫുഡ് കഴിക്കുന്നവർ ഫുഡ് കഴിക്കും. കുട്ടികളാകുമ്പോൾ പെപ്സി എന്താ പറയുക അത് കുടിക്കും. അങ്ങനെ എന്താ പറയുക, ശരിക്കും ആദ്യമൊക്കെ ഇവിടെ അവർ പാട്ട് അതായത് അവർക്കൊരു അമ്മയുടെ മോന് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. പാട്ട് ഇങ്ങനെ എന്താ പറയുക, പ്രോഗ്രാമിനൊക്കെ ചെയ്യണ ഒരു ഇതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ പയ്യൻ അതും കൂടി, ആ പയ്യൻ്റെ ഫ്രണ്ട്സ് വന്നത് അതും കൂടി ചെയ്തില്ലെങ്കിൽ ഫ്ലാറ്റിൽ എന്താ ഉള്ളത്. എന്നിട്ടും അവരാ പാട്ട് പാടുമ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർക്ക് അയ്യോ ഭയങ്കര സൗണ്ടാണ്. പക്ഷെ അതും കൂടി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നത്, ആദ്യമൊന്നും എനിക്ക് അത്ര അറിഞ്ഞിരുന്നില്ല, വന്ന സമയമല്ലേ. അതൊക്കെ കുറേ പോകെ പോകുമ്പോൾ ഒരു ഓണമില്ല, വിഷുവില്ല, തിരുവാതിരയില്ല, ഒന്നുമില്ല, ഒരു കാര്യങ്ങളുമില്ല. അപ്പം നമുക്കൊരു മടുപ്പ് പോലെയാണ് ഇതിനുള്ളിൽ ഇരുന്നിട്ട്. പിന്നെ 1-2 ഓണത്തിനൊക്കെ ഞാൻ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ. അല്ലാതുള്ളൊരു ഇതില്ല. അവർ പിള്ളേർ, ആ കുട്ടികൾ, അതായത് പിള്ളേർ എന്ന് പറഞ്ഞാൽ 10, 22, 20, 21 വയസ്സിൻ്റെ പ്രായമുള്ള പിള്ളേർ വന്ന് പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാവരും കളിക്കും. ഞാനും വിളിക്കും, എല്ലാവരും കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് വേറെപ്പാ, അതാണ് എപ്പോൾ ഇതിൻ്റെ വിഷമമൊക്കെ അറിയുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ, ഇവിടെ വേറൊരു സാധനമുണ്ട്, അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഇഷ്ടപ്പെട്ട കട, ഇഷ്ടപ്പെട്ട എന്താ പറയുക ഷോപ്പ്, ഞാൻ വീഡിയോസ് ശരിക്കും പറയാം എനിക്ക് തോന്നുന്നു 2018, 2019 ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ, അന്ന് ഞങ്ങൾ പട്ടണത്തിൽ നിന്നുള്ള മോൻ ചെറുതൊരു 6 മാസമായിട്ടുള്ളൂ. അന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോഴേ ഇന്ന് എനിക്ക് വീഡിയോ ആ ഷോപ്പിൽ കയറി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രാവശ്യം പോയപ്പോൾ അല്ലവിടെ അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൻ 6 മാസമായപ്പോൾ ഞാനൊരു ദീപാവലിയുടെ 2 ദിവസം മുന്നെയാണ് വന്നത്. അതെനിക്ക് നല്ല ഓർമ്മ. ഞാൻ വരുമ്പോൾ ദീപാവലി ആയിരുന്നു അന്ന്. അപ്പം ആ സമയത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് പറയാൻ വന്നും മറന്നുപോയി. പ്രത്യേകം വെച്ചാൽ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു കടയല്ല, ഇവിടുത്തെ നമ്മുടെ ജ്വല്ലറി പോലെ ഇങ്ങനെ പൊളിച്ച് പോകണം. അത് കടയിൽ വേറൊന്നുമല്ല, നമ്മുടെ പെഗ് എന്താ പറയുക, കുപ്പിക്കട. അത് ഏതാണ്ട് സ്വർണ്ണക്കട പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക, ഇത്ര പോന്ന കുപ്പി മുതൽ എൻ്റെ സൈസുള്ള കുപ്പികൾ വരണ്ട്. ഇത് ഇത്ര പോന്ന ക്യൂട്ട് ബോട്ടിൽസ്. അതിന് കുറേയൊക്കെ ഷെൽഫിൽ ഭംഗിയിൽ എടുത്ത് വെച്ചാൽ, പിന്നെ കുറേ പിള്ളേരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതൊക്കെ കളഞ്ഞു. അപ്പം ആ ഷോപ്പ് കണ്ടപ്പോൾ സത്യമായിട്ട് ആ ഷോപ്പ് കണ്ടപ്പോൾ ഉണ്ടല്ല, എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ആ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വന്നിട്ട് വീട്ടിൽ കൊടുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത്. ഞാൻ ബീറ്, വൈന്, അങ്ങനത്തെ. പിന്നെ ഓരോ ബോട്ടിലിൻ്റെയും എൻ്റെ അത്ര ബോട്ടിൻ്റെയൊക്കെ വില അത് 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഉള്ള കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള കുപ്പികൾ ഉണ്ടോ എന്ന് പോലും നമ്മളറിയാൻ മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ ആ കടയിൽ കുറേ വീഡിയോസ് പിടിച്ചു.
ഇപ്പോഴും അങ്ങനത്തെ കട ഉണ്ട്. ഞാനിപ്പോൾ പിന്നെ രണ്ടാമത് ഒരു ന്യൂ ഇയറിൻ്റെ തലേദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പം ഒന്ന് കയറി. പക്ഷേ വീഡിയോ അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ അന്ന് അലൗഡ് അല്ല, എടുക്കാൻ പറ്റില്ല എന്നാണ് കാരണം ഞാൻ എടുത്തില്ല. പുറത്ത് വെറുതെ എടുത്തിട്ട് പോകും. പിന്നെ പുറത്തെടുക്കാന്ന് വെച്ചാൽ ന്യൂ ഇയറിൻ്റെ തലേദിവസം കേട്ടോ, ആലോചിച്ച് നോക്കണം. അങ്ങോട്ട് പോകുമ്പോൾ ചെരുപ്പിട്ട് പോയി പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ചെരുപ്പ് ഒരു കൈ പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അറിയാലോ എന്തായിരിക്കും അവസ്ഥ. അപ്പം ഞാനിതൊക്കെ കണ്ടിട്ട് വണ്ടറടിച്ചത് ഇങ്ങനെ നോക്കി വാ പൊളിച്ചിങ്ങനെ ഇരിക്കുക. കാരണം നമ്മുടെ നാട്ടിലങ്ങനെ അല്ല ഒക്കെ ഇവിടെ എന്താ പറയുക, പോകുമ്പോൾ നല്ല മെനക്കൊക്കെ പോകും, വരുമ്പോൾ ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ചിട്ട് ആണ് വരുന്നത്. പിന്നെ പെഗ് അത് ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ മെഡിക്കൽ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് പോലെ ഇവിടെ മെഡിക്കൽ ഷോപ്പ് പോലെയാണ് കുപ്പികളുടെ കട. ഇഷ്ടംപോലെ കടകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, വലിയ കുപ്പിയൊന്നുമല്ല, ഇത്ര മൂന്ന് കുപ്പി. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടോ. അയ്യോ കട വീഴും, അതൊക്കെ ഉണ്ടായി. വേറെ ഒന്നുമല്ല, ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പറയുന്നത് കുപ്പികളുണ്ട്, കുപ്പിക്കടകളുണ്ട്. എന്താ പറയാൻ വന്നത് മറന്ന് ഇടയ്ക്ക് പോകുന്നുണ്ട്. കുപ്പിക്കടകളുണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെ ജെൻസ് ലേഡീസ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും എല്ലാ പിള്ളേരും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന മലയാളീസുകൾ പിള്ളേർ പഠിക്കാൻ വരുന്ന പിള്ളേർ. അത് നോർത്ത് പോയിന്റ് അവിടെ. ഒരു മിനിറ്റ്, ആരോ വന്നു.